കണ്ണൂർ എം.എൽ.എയും എസ്.ഐയുമായുള്ള വാക്കുതർക്കത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കൈമാറും. സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എം.എൽ.എ വിജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എസ്.ഐക്കെതിരെ വകുപ്പ് തല നടപടിക്കും സാധ്യതയുണ്ട്. അർജുൻ പി എസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഏതായാലും എസ്.ഐക്കെതിരെ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കാരണം കടുത്ത സമ്മർദ്ദങ്ങൾ അടക്കമുണ്ട്. CPM നേതാക്കളടക്കം പറയുന്നത് എസ്.ഐ സ്ഥാനത്ത് നിന്ന് നീക്കണം എന്നൊരാവശ്യം തന്നെയല്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം MLA-യും അതുപോലെ തന്നെ SI-യുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല കൂടെ തന്നെ പിങ്ക് പോലീസിന്റെയും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികളെയും മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. അസിസ്റ്റന്റ് കമ്മീഷണർക്കാണ് ഈ അന്വേഷണത്തിന്റെ ചുമതല. അതിനുശേഷം ഈ റിപ്പോർട്ട് ഇന്നോ നാളെയോ അദ്ദേഹം കമ്മീഷണർക്ക് സമർപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനാൽ തന്നെയും മുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രഷർ പോലീസിനുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതായത് MLA-ക്കെതിരെ പോലീസ് രൂക്ഷമായ രീതിയിൽ പ്രതികരിച്ചെന്നും അതുകൊണ്ട് തന്നെ SI-ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി വേണമെന്നും മുകളിൽ നിന്നുള്ള ഒരു പ്രഷർ അത് പോലീസിനുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ EP ജയരാജൻ അടക്കം LDF കൺവീനറാണ്. അദ്ദേഹം അടക്കം ഇങ്ങനെ രംഗത്തെത്തുകയും MLA-യെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. SI ചെയ്തത് ഗുരുതര കുറ്റമാണെന്നും അതായത് ആ തരത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കാൻ പോകുന്നതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഒരു വകുപ്പ് തല നടപടി തന്നെ SIക്ക് ഉണ്ടാകുമെന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവർക്കെതിരെ പ്രോട്ടോകോൾ ലംഘനം അടക്കമുള്ളത് വകുപ്പുകൾ ചുമത്താൻ അങ്ങനെയുള്ള അത്തരത്തിലുള്ള കേസുകൾ ചുമത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതായത് MLA-യുടെ കയർത്ത് സംസാരിക്കുന്നു, പ്രോട്ടോകോൾ ലംഘിക്കുന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് ചേർക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ MLA-യെ മാറ്റി നിർത്തി ബാക്കിയുള്ളവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികളെ കണ്ടാൽ അറിയുന്ന 100ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അന്നൊന്നും MLA-യുടെ പേര് എവിടെയും കണ്ടിരുന്നില്ല. അതിനുശേഷമാണ് പിന്നീട് പോലീസിനെതിരെ മറ്റ് നേതാക്കളടക്കം അതായത് MLA-യുടെ ഭരണ പാർട്ടിയിലുള്ള നേതാക്കളടക്കം പോലീസിനെതിരെ വരുന്നത്, SI-ക്കെതിരെ വരുന്നത്. അതായത് SI കാണിച്ചത് ഗുരുതര കുറ്റമാണെന്നും MLA-യോട് അപമര്യാദയെ പെരുമാറിയെന്നുമായിരുന്നു കേസ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് ഇപ്പോൾ അന്വേഷണം ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ എല്ലാവരുടെയും മൊഴിയെടുക്കുകയും ഇന്നോ നാളെയോ ആയി അതിന്റെ റിപ്പോർട്ട് കമ്മീഷണർക്ക് നൽകുകയും ചെയ്യും. കമ്മീഷണറാണ് തീരുമാനിക്കേണ്ടത് ഏത് വിധത്തിലുള്ള നടപടിയാണ് MLA-ക്കെതിരെ SI-ക്കെതിരെ സ്വീകരിക്കേണ്ടത്, വകുപ്പ് തല നടപടി സ്വീകരിക്കണോ എന്നുള്ളതടക്കം തീരുമാനിക്കേണ്ടത് കമ്മീഷണറാണ്. നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് എന്നിരുന്നാൽ തന്നെയും കൃത്യമായിട്ടുള്ള ഒരു വകുപ്പ് തല നടപടി തന്നെ SI-ക്കെതിരെ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രോട്ടോകോൾ പാലിച്ചില്ല SI എന്നടക്കം പറയുമ്പോഴും SI-ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ MLA സംസാരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലും എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി സ്റ്റൈൽ എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് MLA വിജിൻ പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് ഈ പോലീസിനെ നോക്കുകുത്തിയായിട്ട് പല പ്രവർത്തികളും CPM നേതാക്കളും SFI പ്രവർത്തകരടക്കം കാണിക്കുന്നത് അതിലൊന്നും തന്നെ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഈ കളക്ട്രേറ്റിനകത്തേക്ക് കയറി മാർച്ച് നടത്തിയ പ്രവർത്തകരെ തടയുന്ന SI ആയിരുന്നു നമ്മൾ കണ്ടത്. അതിനുശേഷമാണ് ഈ MLA വന്നത് പോലും. അപ്പോൾ MLA പ്രതി ചേർക്കാതെ മറ്റാളുകളെയൊക്കെ തന്നെ ഈ KGNA ഭാരവാഹികളടക്കമുള്ളവരെയൊക്കെ പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പം ഈ SIയും അപ്പോൾ ഇതിലൊരു ഇരട്ടത്താപ്പ് നയം കൂടെ സ്വീകരിക്കുന്നില്ലേ? തീർച്ചയായും രജനി, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് MLA-ക്കെതിരെ യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ സംഭവം നടക്കുന്നത് 2 ദിവസം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അതായത് KGNA ഭാരവാഹികൾ അടക്കമുള്ളവർ കളക്ടറേറ്റിലേക്ക് വരുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിലേക്ക് വരുന്നു. പക്ഷേ ആ ഒരു ഭാഗത്ത് പോലീസ് ഉണ്ടായിരുന്നില്ല. SHO-ക്കായിരുന്നു ആ സമയത്തുള്ള ചുമതല. പക്ഷേ SHO ലീവ് ആയതുകൊണ്ട് SI ആണ് ആ കൃത്യം നിർവഹിക്കേണ്ടത്. ആ സമയത്ത് SI-യും അവിടെ ഇല്ലായിരുന്നു. പക്ഷേ പിങ്ക് പോലീസിനെ അവർ അവിടെ നിയോഗിച്ചിരുന്നു. പിങ്ക് പോലീസിന്റെ മൊഴി പ്രകാരം തങ്ങൾ പറഞ്ഞിരുന്നെങ്കിലും അവർ കേട്ടില്ല. അവർ വീണ്ടും ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം ഉള്ളിലേക്ക് കടന്ന അവർ അവിടെ നിന്ന് പ്രസംഗിക്കുകയും അതിനുശേഷം ഈ MLA വരികയും MLA ഉദ്ഘാടനം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്തേക്ക് ആണ് ഈ SI അടക്കമുള്ള മറ്റു പോലീസുകാർ അവിടേക്ക് എത്തുകയും MLA-യോട് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല, ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്ന് പറയുകയും ചെയ്തത്. പക്ഷേ അത് MLA-ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിൽ നിന്നും പിന്നീട് വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനുശേഷം മറ്റൊരു വനിതാ പോലീസുകാരി അവിടേക്ക് എത്തുകയും പിന്നീട് MLA-യോട് പേര് ചോദിക്കുകയും ചെയ്തു. ഇത് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കുകയും
പോവുകയും ചെയ്തു. അതിനുശേഷം MLA വിജിൻ വലിയ കടുത്ത രീതിയിൽ തന്നെയാണ് പോലീസിനോട് സംസാരിച്ചത്. നിങ്ങൾ എവിടുത്തെ പോലീസാണ്, എന്താണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് അടക്കമുള്ള ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപി സ്റ്റൈലിൽ ഇവിടെ വരേണ്ട എന്ന തരത്തിലുള്ള പരാമർശങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് വിജിൻ MLA അത്തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് കടന്നത്. പക്ഷേ അതിനുശേഷം വന്നിട്ടുള്ള കേസെടുത്തതിൽ ഇദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് MLA ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിന് എല്ലാം ഒടുവിലാണ് ഇപ്പോൾ SIക്കെതിരെ അടക്കം കേസെടുത്തത് ഇരിക്കുന്നത്. SIയുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടിയും SIക്കെതിരെ എടുക്കുവാൻ ഇതുവരെയും പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങൾക്കോ സാധിച്ചിട്ടില്ല. അത്തരത്തിലേക്ക് നീങ്ങുമ്പോൾ കൃത്യമായി തന്നെയുള്ള ഒരു ഇടപെടൽ മുകളിലെ രാഷ്ട്രീയ തലത്തിൽ തന്നെയുള്ള ഇടപെടൽ ഉണ്ടെന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ കഴിയും. എന്തായാലും SIയെ കൊടുക്കാനുള്ള റിപ്പോർട്ട് ഇന്ന് കൈമാറുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. നിയമ നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകും. എന്തായാലും SIക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.